Electric resistance. The electric resistance of an object is a measure of its opposition to the flow of electric current. അതായത് ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോ ഓഫ് ചാർജ് ആണെന്ന് നമ്മൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോയിൽ പഠിച്ചിരുന്നു. ആ ഫ്ലോ ഓഫ് ചാർജിനെ ഒപ്പോസ് ചെയ്യാനുള്ള ആ കണ്ടക്ടറിന്റെ എബിലിറ്റിയെയാണ് നമ്മൾ ഇലക്ട്രിക് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഫ്രിക്ഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണല്ലേ. എന്താണ് ഫ്രിക്ഷൻ? നമ്മളൊരു വസ്തുവിനെ മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പം അതിന്റെ എഗനസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ്, ഒരു ഒപ്പോസിഷൻ ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഒരു ഒബ്ജക്റ്റിന്റെ മൂവ്മെന്റിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്കിൽ, കറണ്ടിന്റെ മൂവ്മെന്റിനെ, ഫ്ലോ ഓഫ് ചാർജിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലിന്റെ എബിലിറ്റിയെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രിക് റെസിസ്റ്റൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ആറും റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓമുമാണ്. ഓമിനെ നമ്മൾ ഗ്രീക്ക് ലെറ്ററായ ഒമേഗ യൂസ് ചെയ്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാ മെറ്റൽസും കണ്ടക്ടേഴ്സ് ആണെന്ന് നമുക്കറിയാം. എന്താണ് കണ്ടക്ടേഴ്സ് എന്ന് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. മെറ്റൽസ് എല്ലാം ഓൾമോസ്റ്റ് കണ്ടക്ടേഴ്സ് ആണ്, അതായത് ഇലക്ട്രിക് കറണ്ടിനെ കടത്തിവിടും. ഇവിടെ കൊടുത്തിരിക്കുന്ന ടേബിളിൽ കുറേ മെറ്റൽസിന്റെ ലിസ്റ്റും അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂവും തന്നിട്ടുണ്ട്. അത് നമുക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും എല്ലാ വസ്തുവിലും റെസിസ്റ്റൻസിന്റെ വാല്യൂ സെയിം അല്ല, ഡിഫറെൻ്റ് ആണ്. അതിന്റെ സ്ട്രക്ചർ കൊണ്ടൊക്കെയാണ്, അറ്റോമിക് സ്ട്രക്ചർ കൊണ്ടൊക്കെ ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ എല്ലാത്തിലും ഡിഫറെൻ്റ് ആണ്. ചിലതിൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ വളരെ കൂടുതലും ചിലതിൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറവുമായിരിക്കും അല്ലേ. അന്നേരം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? എല്ലാ വസ്തുവിനും റെസിസ്റ്റൻസിന്റെ വാല്യൂ സെയിം അല്ല. ഓരോ വസ്തുവിലും അതിൻ്റെതായ റെസിസ്റ്റൻസ് ഉണ്ട്. ഇലക്ട്രിക് സർക്യൂട്ട് ബോർഡുകളിലെ ഒരു മെയിൻ കമ്പോണന്റുകളിൽ ഒന്നാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന വസ്തുവാണ് നമ്മൾ റെസിസ്റ്റൻസ് ആയി യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക് റെസിസ്റ്റൻസിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. റെസിസ്റ്റൻസ് ഒരു സർക്യൂട്ടിൽ എങ്ങനെ കണക്ട് ചെയ്യാം, അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെ എന്നെല്ലാം വരുന്ന വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.